വ്യാജ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട കുടുംബനാഥനെ കോടതി വെറുതെ വിട്ടു. 10 വയസ്സുകാരി തുടർച്ചയായി പീഡനത്തിനിരയാക്കിയെന്ന കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ കുടുംബനാഥനെയാണ് കൊയിലാണ്ടി കോടതി വെറുതെ വിട്ടത്. വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് കണ്ടെത്താനാവാത്തതിനെ തുടർന്നാണ് കോടതി നടപടി. കൊല്ലുന്നവര് തിന്നുന്നവര് 2022 മാർച്ച് 31-നാണ് മമ്മദിനെ ബാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത വീട്ടിലെ 10 വയസ്സുകാരിയെ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ്. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? എന്ത് തോന്നുന്നു? പോക്സോ കേസ് നമ്മുടെ ഈ അടുത്ത കാലത്ത് നിന്നല്ല, എല്ലാ കാലത്തും ഒരു പ്രശ്നമാണ് ഈ വ്യാജ പരാതി എന്ന് പറയുന്നത്. പോക്സോ കേസ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും ഇതേപോലെ ദുരുപയോഗം ചെയ്യുന്നു. നിങ്ങളൊന്ന് ഓർക്കണം, 82 ദിവസമാണ് ഒരു തെറ്റും ചെയ്യാതെ ഒരു പാവം അകത്ത് കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. 2022 കേസാണ്, അന്നാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു തല്ല് കേസല്ല, ഒരു മോഷണ കേസല്ല. ഒക്കെ ആണെങ്കിൽ പിന്നെയും പൊട്ടെന്ന് വിചാരിക്കാം. പിന്നെ ഒരു തിരിമറി അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസൊന്നും അല്ല. ഒരു എന്താ പറയുക, തർക്കമോ അതിർത്തി തർക്കമോ ഇതൊന്നും അല്ല. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു ന്യായമുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് വണ്ടി ഒഴിച്ചാണെങ്കിൽ പോലും തെറ്റി, ഇതൊന്നും ആരും അറിയാൻ പോലും പോകുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ പോക്സോ കേസിൽ അകത്തി കിടന്ന ഒരാളെ സമൂഹം കാണുന്ന ഒരു കണ്ണുണ്ട്, അവരുടെ ഒരു വിലയിരുത്തലുണ്ട്. അറപ്പോടെ വെറുപ്പോടെ ജീവിതത്തിൽ ഇവനെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്നൊരു മുൻധാരണ, മുൻവിധിയോടുകൂടിയുള്ള ഒരു സമീപനമായിരിക്കും സമൂഹത്തിൽ ഉണ്ടായിരിക്കുക. ഈ പരാതി കൊടുക്കുന്നവനും ഈ കേസിൽ എന്താന്ന് വെച്ചാൽ എന്തോ കുടുംബത്തർക്കോ അല്ലെങ്കിൽ അയൽവാസിയായിട്ടുള്ള എന്തോ പ്രശ്നമാണ്. അപ്പൊ അതാണ് അവര് കുട്ടിയെ വെച്ചിട്ടൊന്ന് കഴിച്ചു, ഒരു വ്യാജ പരാതി കൊടുത്തു. അപ്പം ഈ കൊടുത്ത സമയത്ത് കോടതി ഈ കുട്ടിയുടെ മൊഴി പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലായി ഇതാരോ പറഞ്ഞ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. കാരണം അതിലെ വൈരുദ്ധ്യം തന്നെയാണ് കാരണം. കുട്ടിയോട് കൃത്യമായി ചോദിച്ച സമയത്താണ് മനസ്സിലായത് ഒരാൾ എഴുതി കൊടുത്തു, താൻ അതിൽ ഒപ്പിട്ടു, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും കുട്ടിക്ക് അറിയില്ല. തെളിയിക്കാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ 4 തരത്തിലുള്ള 4 ആൾക്കാർ പറയാന്നല്ലാതെ സത്യത്തിന്റെ ഒരു കണിക പോലും അതിലില്ല എന്ന് കോടതിക്ക് ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വെറുതെ വിട്ടത്. കുട്ടികളെ വെച്ചിട്ട് മേച്ചമായ രീതിയിൽ പ്രതികാരം ചെയ്യുന്നവരെയൊക്കെ എന്താ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് നിയമം വേണം. ബാക്കിയെല്ലാ കേസിലും ഇപ്പൊ ഒരു സ്ത്രീക്കെതിരെയുള്ള പരാതിയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി തെളിവൊക്കെ കിട്ടിയിട്ടായിരിക്കും അകത്തുന്നത്. ഈ കേസ് അങ്ങനെയല്ല. പക്ഷെ പരാതി കിട്ടിയെന്ന് നേരെ ഇട്ട് പിടിച്ച് അകത്തേക്ക് ഇട്ടു. അവൻ എന്തായാലും തന്നെ വിധി എഴുതി, ഇവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. എന്ത് കഷ്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തി ഒരു കുടുംബനാഥനാണ്. ഭാര്യയും മക്കളൊക്കെ ഉള്ള, സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ആരുമായിട്ടുള്ള ബന്ധമില്ല, ആരും കോണ്ടാക്ട് ഇല്ല, മുഖം മറച്ചിട്ടൊക്കെയാണ് നടക്കേണ്ട അവസ്ഥ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലും പോകാൻ പറ്റിയിട്ടില്ല. എത്ര ദാരുണമായ. ഈ 82 ദിവസം അകത്ത് കിടന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വാർത്ത വന്നത് പോലും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഇത്രയും കാലയളവ്, ഇപ്പൊ 2026 ഇത്രയും കാലയളവ് ശിക്ഷയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലെ തെറ്റായി നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ നല്ല കൃത്യമായി ശിക്ഷ തന്നെ കൊടുക്കണം. ഒരു ജീവപര്യന്തം കൊടുക്കണം എന്നുള്ള ഒരു നിയമം നമുക്ക് വരേണ്ടതുണ്ട്. നമ്മളെ ഇന്ത്യയിലായതുകൊണ്ടാണ് ഇതിനൊന്നും ആർക്കൊരു മടിയില്ല. ഒരു ജസ്റ്റ് ഒരു പരാതി ഇട്ടാൽ മതി. ഇതിപ്പോ സമൂഹത്തിൽ പലർക്കെതിരെയും നടക്കുന്ന ഒരു ഇതാണ് ശരിക്കും ക്രൈം. പിന്നെ വ്യാജ പോക്സോ കേസ് എന്ന് പറഞ്ഞ ഈ ഒരു കേസ് മാത്രമല്ല, നിരവധിയായിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതേപോലെ മൂവാറ്റുപുഴയിൽ മുൻപ് ഒരു പരാതി തനിക്കെതിരെ കൊടുത്തത് കൊണ്ട് അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആ പറയുന്ന വ്യക്തിക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ 8 വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ ഇതിന് സമാനമായ രീതിയിലുള്ള വ്യാജ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ കുട്ടികളെ മുൻനിർത്തി പോലീസുകാർ തന്നെ ഒരു ബാഡ് ഗെയിം കളിച്ചു. അങ്ങനെ ഒരാൾക്കെതിരെ വ്യാജ പരാതി ഉണ്ടാക്കി അയാളെ സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചു. അത്തരത്തിലുള്ള കേസ്. പിന്നെ പത്തനാപുരത്ത് ദമ്പതികൾ കൊടുത്തൊരു കേസ്, തങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു. എന്ത് സ്വത്ത് തർക്കത്തിന് വേണ്ടി എന്തൊക്കെയാണത്? ഇതിനൊക്കെ കോടതിയിൽ പോയിക്കൂടെ? ഈ ഒരു കേസ് കൊടുക്കണോ? ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. നമുക്ക് ജീവപര്യന്തം ആ ഒരു നിയമം വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, പോക്സോ നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടും. എത്ര പേരാണ് ഇപ്പം നമ്മുടെ
ഫേമസ് ആയ നിവിൻ പോളിക്കെതിരെ തന്നെ പീഡിപ്പിച്ചു, ഗൾഫിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കള്ളപ്പരാതി കൊടുത്തു. അതിന് എവിഡൻസ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അത് പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എത്ര നാൾ അതിന് ചുറ്റിപ്പറ്റി നടക്കേണ്ടി വന്നേനെ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ആ സമയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു, അതിന് അവിടെ ആൾക്കാരുണ്ടായിരുന്നു, തെളിവുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അത് പിന്നെ അധികം വഷളാകാതെ ഒഴിയത്. പക്ഷെ ആ കുട്ടിക്കെതിരെ പരാതി നൽകിയ ആൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുത്തോ സ്വീകരിച്ചോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. അതൊക്കെ ആളുകൾ അത് കഴിയുമ്പോൾ ഒന്നും മറക്കും. ഇത്തരം പ്രവണതകളാണ് സമൂഹത്തിൽ വലിയ കുറ്റകൃത്യങ്ങളായിട്ട് മാറുന്നത്. ഇവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, നമുക്ക് എന്തും ചെയ്യാം, തെറ്റ് ചെയ്യുക, ഇതൊന്നും വലിയ കാര്യമില്ല, കുറച്ച് ദിവസം അവരെ ബുദ്ധിമുട്ടിക്കുക, അതിനുശേഷം നിയമം കാര്യമായിട്ട് നമുക്കെതിരെ തിരിയില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ മാറണം. ശരിക്കും മാറിയാൽ മാത്രമാണ് ഇവിടുത്തെ നിയമസംഹിത മൊത്തത്തിലൊന്ന് മാറണം. എന്തായാലും ഭാവിയിലെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ, വ്യാജ പരാതികൾക്കെതിരെ കൃത്യമായ ഒരു നിയമനിർമ്മാണം നടത്തുകയും ഇതിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും നിർത്തിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.